രോഹിണി, നമ്മൾ നേരത്തെ പറഞ്ഞത് തിരുവനന്തപുരത്തെ കാര്യം. തൂക്ക് നഗരസഭയ്ക്ക് പോലും സാധ്യതയുണ്ടെന്ന് LDF പോലും അടക്കം പറയുന്നുണ്ട്. കാരണം 45 വരെ നേടാം. 10 സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു യോഗത്തിൽ MV ഗോവിന്ദൻ ഇരിക്കുമ്പോൾ വലിയ പ്രശ്നമായി. ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാമർശങ്ങൾ ഉയർന്നു വന്നു. അതായത് അവരും പ്രതീക്ഷ നഷ്ടപ്പെട്ട അങ്കലാപ്പിലാണ്, സംശയമില്ല. അപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ഏകദേശം തെളിവായി വരും നമ്മുടെ മനസ്സിൽ. കാരണം ആരും അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കുമോ എന്ന ആത്മവിശ്വാസത്തിൽ പൂർണ്ണമായും വന്നിട്ടില്ല. BJP മുന്നേറുമെന്ന പ്രതീക്ഷ അവർ വയ്ക്കുന്നു. UDF-നും കൂടുതൽ സീറ്റുകൾ പിടിക്കാനാകുമെന്ന പ്രതീക്ഷ വരുന്നു. ഒക്കെ ശരിയാണ്. ഇത് നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് പോലും, കൊല്ലം എന്ന് പറഞ്ഞാൽ എന്താ, CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം എന്നത്. പക്ഷെ ആ കൊല്ലത്തൊക്കെ ഇടയ്ക്ക് വലിയ ഉലച്ചിലും ഉണ്ടായി, പതിയെ എല്ലായിടത്തും എന്നതുപോലെ തൊഴിലാളി മേഖല കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. അതായത് തൊഴിലാളികളുടെ പാർട്ടിക്ക് അവിടെ തന്നെ അടിയറവ് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അവർ ഭരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ പല തെരഞ്ഞെടുപ്പുകളിലും പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണ അവിടെ വലിയ മുന്നേറ്റം NDA നടത്തുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. മനോജ് ഒപ്പം ചേർന്നില്ല. മനോജ്, എന്താണ് കൊല്ലത്ത് നിന്ന് ഇപ്പോൾ തരാനാകുന്ന കാഴ്ചകൾ? അതായത് ഇനി 1.5 മണിക്കൂർ തികച്ചില്ല വോട്ടെണ്ണി തുടങ്ങാൻ. തീർച്ചയായും കൃഷ്ണരാജ്, വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം NDA. അതായത് പ്രവചനാതീതമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. എങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തേവള്ളി ബോയ്സ് സ്കൂളിലാണ്. ഇവിടെയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രം. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. എന്തായാലും കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 55 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 38 ഡിവിഷനുകൾ LDF-ഉം അതോടൊപ്പം തന്നെ 10 ഡിവിഷനുകൾ UDF-ഉം, ഒരു ഡിവിഷനിൽ SDPI-യും അതോടൊപ്പം 6 സീറ്റുകളിൽ NDA മുന്നണിയാണ് വിജയിച്ചത്. എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം തന്നെയാണ് NDA പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ വികസന മുരടിപ്പ് ഉള്ള ഡിവിഷനുകൾ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അതായത് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ നാട്ടിൽ വികസനം വരണമെന്നതാണ്. അപ്പോൾ നമുക്ക് പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ലഭിക്കുന്ന പ്രതികരണം അത്തരത്തിൽ വികസനം കൊണ്ടുവരുന്ന ആരാണോ അവരെ വിജയിപ്പിക്കുമെന്നുള്ളതാണ്. അതുതന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും. അത്തരത്തിൽ വികസന സന്ദേശയാത്രയടക്കം നടത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചു. പിന്നീട് അങ്ങോട്ട് വീടുകൾ കയറിയുള്ള ഇത്തരത്തിലുള്ള പ്രചരണം, അതോടൊപ്പം തന്നെ ഈ കൃത്യമായും ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് LDF പറയുമ്പോഴും അതൊക്കെ തന്നെ അതൊരു വികസന തന്ത്രമായി തന്നെ, അതായത് എങ്ങനെയാണ് വികസനം കൊണ്ടുവരിക എന്നതിനെക്കുറിച്ച് ജനങ്ങളോട് കൃത്യമായി സംവദിച്ചുകൊണ്ടാണ് BJP വോട്ട് പിടിച്ചിട്ടുള്ളത്. എന്തായാലും അത് വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ആദ്യഘട്ടത്തിൽ എണ്ണി തുടങ്ങുക 6 ഡിവിഷനുകളാണ്. ഈ ശക്തികുളങ്ങര മുതൽ കുരിപ്പുഴ വെസ്റ്റ് വരെയുള്ള ഡിവിഷനുകളിൽ എണ്ണുമ്പോൾ അതിലും BJPക്ക് പ്രതീക്ഷയുള്ള നിരവധി ഡിവിഷനുകളുണ്ട്. എന്തായാലും അത്തരത്തിലൊരു വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷൻ്റെ ചിത്രം ഇത്തവണ മാറുമെന്നുള്ളത് തന്നെയാണ്. 1/4 നൂറ്റാണ്ടായി LDF ഭരണത്തിലുള്ള കോർപ്പറേഷനാണ്. അതിൽ തന്നെ വലിയ തരത്തിലൊരു ഉലച്ചിൽ LDFിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും മറ്റൊരു കാര്യം, മേയർ ഹണി ബെഞ്ചമിൻ അടക്കം മത്സരിക്കുന്നുണ്ട്. ഒരു ആശങ്ക നിലനിൽക്കുന്നത് മേയർ അടക്കം തൂക്കുമോ എന്നുള്ള ഒരു ആശങ്ക LDF മുന്നണിക്ക് ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ 4 മുനിസിപ്പാലിറ്റികൾ, അതിൽ പരവൂർ ഒഴികെ ബാക്കി മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെ LDFിൻ്റെ ഭരണത്തിലാണ്. അവിടെയും NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ്. കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും അടക്കം വലിയ പ്രതീക്ഷയാണ് NDAക്കുള്ളത്. അതോടൊപ്പം പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞാൽ 68 പഞ്ചായത്തുകളിൽ 45 പഞ്ചായത്തുകൾ LDFിനും അതോടൊപ്പം തന്നെ 23 UDFിനുമാണ്. ഇത്തവണ പഞ്ചായത്തുകളിൽ വലിയ മാറ്റം കൊണ്ടുവരാനാകും എന്നുള്ളത് തന്നെയാണ് വലിയൊരു വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് 10ഓളം പഞ്ചായത്തുകളിൽ ഭരണം നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് NDA മുന്നണിയെ സംബന്ധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനമായും ഈ പഞ്ചായത്തുകൾ ചാത്തന്നൂർ കേന്ദ്രീകരിച്ച്, അതായത് ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2ാം സ്ഥാനത്താണ് BJP എത്തിയിരുന്നത്. അത്തരത്തിൽ ഇനിയും മുന്നേറാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഇതിൽ പ്രധാനമായുമുള്ള പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ കല്ലുവാതുക്കൽ NDA മുന്നണി ഭരണത്തിൽ വന്നിരുന്നു. പിന്നീട് അത് ഭരണം നഷ്ടമാവുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ കല്ലുവാതുക്കൽ, നെടുവത്തൂർ, പോരുവഴി,
പനയം, ഇളമ്പള്ളൂർ, അതോടൊപ്പം തന്നെ പൂതക്കുളം അടക്കമുള്ള നിരവധി പഞ്ചായത്തുകളിലാണ് ഈ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇതിൽ പോരുവഴി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം SDPIയുടെ പിന്തുണയോടുകൂടിയാണ് UDF അവിടെ ഭരണം നടത്തുന്നത്. അത്തരത്തിൽ പലരുടെയും പിന്തുണയോടെ പല മുന്നണികളും ഇത്തരത്തിൽ അവിടെ ഭരണം നടത്തുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ആ പഞ്ചായത്തുകളുടെ ഭരണമടക്കം പിടിച്ചെടുക്കുവാൻ വേണ്ടി BJP തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിൽ എല്ലാ തരത്തിലുമുള്ള ഈ വികസന ചർച്ച തന്നെയാണ് ജനങ്ങളോട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൊല്ലത്തിൻ്റെ മുഴുവനായൊരു ചിത്രം എടുക്കുമ്പോൾ വലിയ മുന്നേറ്റം NDA സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ SDPI ഒക്കെ അടക്കം ഒരു സീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ചാത്തിനാകുളം ഡിവിഷനാണ് SDPIയുടെ സീറ്റ്. ആ സീറ്റ് ഉൾപ്പെടെ ഇത്തവണ നഷ്ടമാകും SDPIക്ക് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള മതമൗലികവാദ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF അതോടൊപ്പം തന്നെ LDF അടക്കം നടത്തിവരുന്ന ഈ ഭരണം, അതിനൊക്കെ തന്നെ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതായത് കഴിഞ്ഞ തവണ 73-ലധികം പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ജില്ല നോക്കുമ്പോൾ 70%, അതായത് 70.47% മാത്രമാണ് ഉണ്ടായിരുന്നത്. കോർപ്പറേഷനിലും അത്തരത്തിൽ തന്നെയാണ്, പോളിംഗ് ശതമാനം കുറവാണ്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തതയുണ്ടാകും. അതായത് ആരാകും ഇത്തവണ കൊല്ലത്തെ നയിക്കുക എന്നുള്ളത്. ശരി, അവിടെ കൊല്ലത്ത് വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. LDFന്റെ കുത്തക പ്രദേശങ്ങളിൽ പോലും NDA UDFും വലിയ ആത്മവിശ്വാസത്തിലാണ്.